ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് പെപ്പർ ഫ്രൈ അഥവാ ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ ബീഫ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിതിൽ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മളിനി ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴും ബീഫിൻ്റെ കൂടെ പൊടി വേറെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത്. അതനുസരിച്ച് ഇപ്പോൾ ഇതിലൊരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ശേഷം കുക്കറിൽ വേവിക്കാം. ഞാൻ എൻ്റെ കുക്കറിൽ ഇപ്പോൾ ഒരു 9 വിസിൽ വന്നാലേ നന്നായിട്ട് വേവത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 9 വിസിൽ വന്ന ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ബീഫൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ ഇതിലൊരു 9 വിസിൽ വന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ബീഫ് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഇതൊക്കെ വഴറ്റിയെടുക്കാം. അതിനാദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം, സാധാരണ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അത്രയും വരും. നന്നായിട്ട് ഒരുമാതിരി തീരെ നൈസ് ചെറുതാക്കിയിട്ടില്ല, എന്നാലും ഒരു മീഡിയം ഇതിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിപ്പം ഏകദേശം ഒരു 4 മീഡിയം സൈസ് സവാള അരിഞ്ഞാണ്. അത് നൈസായിട്ട് സാധാരണ നമ്മൾ കറിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ നിറാവുന്നോടം വരെ വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാടൻ ബീഫ് റോസ്റ്റൊക്കെ ആകുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ബീഫ് ഫ്രൈക്കൊക്കെ നന്നായി കറിവേപ്പില എന്തോരം കൂടുതൽ ഇട്ട് കൊടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുരുമുളകും കറിവേപ്പിലയും നന്നായിട്ട്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്താൽ അതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് 1 കിലോ ബീഫാട്ടോ, അതിനുള്ള ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും. ഇപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു അര ടീസ്പൂൺ. കാരണം ആദ്യം നമ്മൾ ബീഫിലിട്ട് വേവിക്കാൻ ഇട്ടിട്ട് അതനുസരിച്ചിട്ട് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ നല്ല സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല നമ്മൾ ആദ്യം ബീഫിൽ ചേർത്തിരുന്നു, അപ്പം ഇപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഇപ്പോൾ ഒരു ടീസ്പൂൺ. ഇനി നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ബ്രൗൺ നിറമായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ പറഞ്ഞില്ല 9 വിസിലാണ് കേൾപ്പിച്ചത്. ഇനി നമ്മളിതിലേക്ക് ഇതിട്ട് കൊടുക്കാം, ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ അടച്ചു വെച്ചൊന്നും വേവിക്കുന്നില്ല. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി നല്ലൊരു കറുത്ത നിറം നല്ല റോസ്റ്റ് ആവുന്നതുകൊണ്ട് വരെ വഴറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളത് ഇടയ്ക്ക് അടച്ചു വയ്ക്കണം. നന്നായി വെന്ത ബീഫാകുമ്പോൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവാണ്, നമ്മൾ ഉള്ളിയിൽ ചേർത്തിരുന്നു, പിന്നെ ബീഫ് വേവിച്ചപ്പോഴും ചേർത്തിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുക, കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല പുളിയുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇതിപ്പോൾ പുളി കുറഞ്ഞായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്.
നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ചെറിയൊരു പുളിയൊക്കെ വരുമ്പം ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് ചേർത്താൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി. ഇനി നാരങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് റോസ്റ്റ് ആവും. നല്ല നിങ്ങൾക്ക് എത്ര നന്നായി കളറും ഇതൊക്കെ ചേഞ്ച് ആയി റോസ്റ്റായി വരണോ അതനുസരിച്ച് ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കണ്ടു നല്ല ഈ ഒരു കളർ ആവുന്നോളം വരെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നെ കമൻസിൽ അറിയിക്കുക ഇഷ്ടമായോ എന്ന്. നമുക്ക് വീണ്ടും റെസിപ്പി ആയി കാണാം. ബൈ ബൈ.